ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലൈഫ് ഷെയർ. എല്ലാ കൂട്ടുകാർക്കും ലൈഫ് ഷെയറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് +2 ഹിസ്റ്ററിയെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഫോക്കസ് ഏരിയ ഭാഗങ്ങളാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ +2 ഹിസ്റ്ററിയിലെ 12ാമത്തെ അധ്യായമായിരിക്കുന്ന മഹാത്മാഗാന്ധി ആൻഡ് നാഷണലിസ്റ്റ് മൂവ്മെന്റ് എന്ന അധ്യായത്തിലെ പ്രധാനപ്പെട്ട ഫോക്കസ് ഏരിയ കാര്യങ്ങൾ ഒക്കെ ഇന്ന് നമ്മൾ ഇംഗ്ലീഷ് വേർഷനിലാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു പാഠഭാഗത്തെ ബേസ് ചെയ്തുകൊണ്ട് പ്രധാനമായിട്ടും ഓർത്തു വെക്കേണ്ട പോയിന്റ്സ് കാര്യങ്ങൾ ഒക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലൂടെ കടന്നാലോ? കടക്കുന്നതിന് മുൻപായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലി അംഗമായില്ലെങ്കിൽ ഫ്രീ ആയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത് +2 ഹിസ്റ്ററിയിലെ ഫോക്കസ് ഏരിയ അധ്യായമായിരിക്കുന്ന മഹാത്മാഗാന്ധി ആൻഡ് നാഷണലിസ്റ്റ് മൂവ്മെന്റ് എന്ന അധ്യായത്തിന്റെ പ്രധാനപ്പെട്ട ഫോക്കസ് ഏരിയ ഭാഗങ്ങളാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു പാഠഭാഗത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ള വീഡിയോസ് കാര്യം ഒക്കെ മുൻപ് ചെയ്തതാണ്. പക്ഷെ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ആ ഒരു കാര്യങ്ങളുടെ ഇംഗ്ലീഷ് വേർഷനാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ഫോക്കസ് ഏരിയ ഭാഗങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു പാഠഭാഗത്തിൽ ഒന്നാമത്തെ ഫോക്കസ് ഏരിയ ആണ് ഏർലി സ്ട്രഗിൾസ് എന്ന ഭാഗമാണ്, അഥവാ ആദ്യകാല പോരാട്ടങ്ങളെ കുറിച്ചാണ് പ്രധാനമായിട്ടും ഇവിടെ പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്നാമത്തെ പോരാട്ടമാണ് ചമ്പാരൻ സത്യാഗ്രഹമാണ്. അപ്പോൾ ചമ്പാരൻ സത്യാഗ്രഹം നടന്നിരിക്കുന്നത് 1917 നടന്നിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള പോയിന്റ്സുകൾ നമുക്ക് നോക്കാം. അവിടെ കൊടുത്തിട്ടുണ്ട്. At the annual congress held in Lucknow 1916, Mahatma Gandhi was approached by a peasant from Champaran. Peasant told Mahatma Gandhi about the harsh treatment of peasants by British indigo planters. In 1917, Mahatma Gandhi organized a satyagraha in Champaran, means Bihar, seeking the security of tenure as well as the freedom to grow crops as per their wish. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ചമ്പാരൻ സത്യാഗ്രഹവുമായി മനസ്സിലാക്കി വെക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ. ഈ അടുത്തായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത് ഗാന്ധിജി വാസ് ഇൻവോൾവ്ഡ് ഇൻ 2 ക്യാമ്പയിൻ ഇൻ ഹിസ് ഹോം സ്റ്റേറ്റ് ഓഫ് ഗുജറാത്ത്. അടുത്തായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത് ഗുജറാത്തിൽ വെച്ചുകൊണ്ട് ഗാന്ധിജി പങ്കെടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട 2 ക്യാമ്പയിനുകളാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ ക്യാമ്പയിൻ ആണ് അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക് ആണ്. അപ്പോൾ അത് നടന്നിരിക്കുന്നത് 1918 നടന്നിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഹി പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദി അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ mill strike of February-March 1918, demanding better working conditions for the textile mill workers. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അഹമ്മദാബാദ് മിൽ സ്ട്രൈക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോക്കി വെക്കേണ്ട കാര്യങ്ങൾ. ഇനി അടുത്തായിട്ട് രണ്ടാമത്തെ മറ്റൊരു ക്യാമ്പയിനാണ് ഖേദ സത്യാഗ്രഹമാണ്. ഖേദ സത്യാഗ്രഹം നടന്നിരിക്കുന്നത് 1918 നടന്നിരിക്കുന്നത്. He joined the peasants in ഖേദ സത്യാഗ്രഹ who demanded a remission of taxes from the state following the failure of their harvest. It was in ഖേദ that Mahatma Gandhi initiates the first സത്യാഗ്രഹ റവല്യൂഷൻ. അപ്പോൾ മഹാത്മാഗാന്ധിയുടെ സത്യാഗ്രഹ വിപ്ലവത്തിലേക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് ഖേദ സത്യാഗ്രഹയിലൂടെയാണ്. ഇനി അടുത്തായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത് രണ്ടാമത്തെ മറ്റൊരു ഫോക്കസ് ഏരിയ ആണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. നിസ്സഹകരണ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഫാക്ടേഴ്സ് ലീഡിംഗ് ടു ദി നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. അപ്പോൾ നിസ്സഹകരണ പ്രസ്ഥാനത്തിലേക്ക് നയിച്ചിരിക്കുന്ന ഘടകങ്ങളാണ് ആദ്യമായിട്ട് നോക്കുന്നത്. അപ്പോൾ എന്തൊക്കെ ഘടകങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഒരു നോൺ കോപ്പറേഷൻ മൂവ്മെന്റിലേക്ക് നയിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമതായിട്ട് ഫസ്റ്റ് വേൾഡ് വാർ 1914 and 18 and laws introduced by the British, censorship of the press, introduction of Rowlatt Act 1919 which permitted detention without trial, campaign against the Rowlatt Act, Gandhiji detained while proceeding to Punjab, prominent local congressmen arrested, Jallianwala Bagh massacre, success of Rowlatt Satyagraha and Gandhiji's call for non-cooperation movement, Khilafat movement 1919 to 20 to restore the Khilafat. Gandhi called for a campaign for non-cooperation with British rule. He joined the Khilafat movement with the non-cooperation 1921. He wanted to bring Hindus and Muslims collectively to end colonial rule. അപ്പോൾ ഇത്രയും ഘടകങ്ങളാണ് പ്രധാനമായിട്ടും നിസ്സഹകരണ പ്രസ്ഥാനത്തിലേക്ക് നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ. അപ്പോൾ ആ ഒരു ഫാക്ടേഴ്സുകൾ മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണങ്ങൾ കാരണം ഒക്കെ നിങ്ങൾ ടെസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഒന്ന് നോക്കേണ്ടതാണ്. അതേപോലെ തന്നെ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് വിശാലമായുള്ള ക്ലാസ് കാരണം ഒക്കെ ഞാൻ വീഡിയോസും കാരണം നമുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ
ആ ഒരു വീഡിയോയുടെ കാര്യങ്ങൾ ഒക്കെ നിങ്ങൾ ചാനലിൽ വിസിറ്റ് ചെയ്യുവാനും കാണാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്തായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത് ഡ്യൂറിംഗ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എന്ന ഭാഗമാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നിസ്സഹകരണ പ്രസ്ഥാന കാലഘട്ടത്തിലെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അവിടെ വിവരിക്കുന്നത്. അപ്പോൾ സ്റ്റുഡൻസ് സ്റ്റോപ്ഡ് ഗോയിങ് ടു സ്കൂൾ ആൻഡ് കോളേജസ് റൺ ബൈ ദി ബ്രിട്ടീഷ് ഗവൺമെന്റ്. ലോയേഴ്സ് refused to attend court. Working class went on strike in many towns and cities. Hill tribes in North Andhra violated the forest laws. Farmers in Audha refused to pay taxes. Protest movements were sometimes carried out in defiance of the local nationalist leadership. Gandhiji taught the people self-discipline, renunciation, self-denial, ahimsa, satyagraha. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ നിസ്സഹകരണ പ്രസ്ഥാന കാലഘട്ടത്തിൽ സംഭവിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. The aim of the movement was self-rule. The movement shook the foundation of the British rule in India. Many Indians, including Gandhi, were put in jail. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നിസ്സഹകരണ പ്രസ്ഥാന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഗാന്ധിജി ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകളെ ജയിൽ ഇടുകയും ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ചൗരി ചോര സംഭവം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഓർത്തു വെക്കേണ്ട കാര്യങ്ങളാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ കൊടുത്തിട്ടുണ്ട് ചൗരി ചോര ഇൻസിഡന്റ്. In February 1922, a group of peasants attacked and fired a police station at Chauri Chaura in UP. Several policemen were killed. This act of violence prompted Gandhi to call off the movement. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ചൗരി ചോര സംഭവവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ. പ്രധാനമായിട്ടും ചൗരി ചോര സംഭവം ഗാന്ധിജിയെ ക്ഷുഭിതരാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത് പാഠഭാഗത്തിലെ മറ്റൊരു ഫോക്കസ് ഏരിയ ആണല്ലോ സാൾട്ട് സത്യാഗ്രഹം. അപ്പോൾ ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ബാക്ക്ഗ്രൗണ്ട് മേജർ പൊളിറ്റിക്കൽ ഈവന്റ്സ് ഫ്രം 1928 to 1913. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൈമൺ കമ്മീഷൻ ആണ് ഒന്നാമതായിട്ട്. അപ്പോൾ സൈമൺ കമ്മീഷൻ 1927 The Simon Commission was appointed to inquire into condition in the colony. There was an all India campaign 1928 in opposition to the all white commission sent to India. Gandhi was engaged in a peasant satyagraha in Bardol 1928. The annual session of the Congress held in Lahore December 1929. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും മേജർ പൊളിറ്റിക്കൽ ഈവന്റ്സുകളായിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത് ദ മീറ്റിംഗ് വാസ് സിഗ്നിഫിക്കന്റ് ഫോർ 2 റീസൺസ് ആണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തൊക്കെ റീസൺസുകളാണ് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമതായിട്ട് ദ ഇലക്ഷൻ ഓഫ് ജവഹർലാൽ നെഹ്റു ആസ് പ്രസിഡന്റ് സിഗ്നിഫൈങ് ദ പാസിംഗ് ഓഫ് ദ ലീഡർഷിപ്പ് ഓഫ് കോൺഗ്രസ് ടു യങ്ങർ ജനറേഷൻ. ഇനി അടുത്തായിട്ട് ദ പ്രൊക്ലമേഷൻ ഓഫ് കമ്മിറ്റ്മെന്റ് ടു പൂർണ്ണ സ്വരാജ് ഓർ കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ്. അപ്പോൾ ഇങ്ങനെയുള്ള 2 പ്രധാനപ്പെട്ട കാരണങ്ങളാണ് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് ജവഹർലാൽ നെഹ്റുവിനെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കുക എന്നതാണ്. മറ്റൊന്ന് പൂർണ്ണ സ്വരാജ് ആയിരുന്നു. അതേപോലെ തന്നെ ഓൺ 26 January 1913 Independence Day was observed with the national flag being hoisted at different venues. അപ്പോൾ 1930 ജനുവരി 26 വ്യത്യസ്ത സ്ഥലങ്ങളിലായിട്ട് ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത് ദ സാൾട്ട് മാർച്ച് ആണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യം നമുക്ക് നോക്കാം. ദ സാൾട്ട് മാർച്ച് 1913 ആണ് ഇത് നടന്നിരിക്കുന്നത്. സൂൺ ആഫ്റ്റർ ദി ഒബ്സർവൻസ് ഓഫ് ദിസ് ഇൻഡിപെൻഡൻസ് ഡേ ഗാന്ധി അനൗൺസ്ഡ് ദി സാൾട്ട് മാർച്ച്. ദ സ്റ്റേറ്റ് monopoly over salt was deeply unpopular. Gandhiji hoped to mobilize a wide level of discontent against British rule. Salt was an indispensable item in every Indian house. People were forbidden from making salt even for domestic use. British compelled them to buy salt from shops at a higher price. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും സാൾട്ട് മാർച്ചുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ. ഇനി അതുമായി ബന്ധപ്പെട്ട പോയിന്റ്സുകൾ നമുക്ക് നോക്കാം. അവിടെ കൊടുത്തിട്ടുണ്ട്. On 12 March 1913 Gandhi began his march from his Sabarmati ashram. He reached Dandi 3 weeks later and made a handful of salt and thereby breaking the law. Parallel salt marches and protests were also conducted in other parts of the country. Peasants breached colonial forest laws. Factory workers went on strike. Lawyers boycotted British courts. Students refused to attend government-run educational institutions. Gandhiji's call had encouraged Indians of all classes. The police spies reported that all men and women and all castes attended the meeting of Gandhi. The salt march of the Gandhi was reported in the American news magazine
magazine Time. Its report was deeply skeptical of the Salt March reaching its destination, but shortly it changed its view and saluted Gandhi as saint and statesman. അപ്പോൾ ഈ ഒരു സാൾട്ട് മാർച്ചിലൂടെ പ്രധാനമായിട്ടും ഗാന്ധിജിക്ക് ഉയർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. അതേപോലെ തന്നെ വിദേശ പത്രങ്ങളിൽ കാര്യങ്ങൾ ഒക്കെ ഗാന്ധിജിയെ പ്രശംസിച്ചുകൊണ്ട് റിപ്പോർട്ട് കാര്യങ്ങൾക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സാൾട്ട് സത്യാഗ്രഹത്തിലൂടെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ വിവിധ പ്രക്ഷോഭങ്ങളിൽ കാര്യങ്ങൾ ഒക്കെ ഉയരുകയും ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത് സിഗ്നിഫിക്കൻസ് ഓഫ് ദി സാൾട്ട് മാർച്ച് ആണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു സാൾട്ട് മാർച്ച് മൂലം ഉണ്ടായിരിക്കുന്ന സിഗ്നിഫിക്കൻസുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. സാൾട്ട് മാർച്ച് വാസ് നോട്ടബിൾ ഫോർ അറ്റ്ലീസ്റ്റ് 3 റീസൺസ്. അപ്പോൾ ഈ ഒരു സാൾട്ട് മാർച്ച് പ്രധാനമായിട്ടും ശ്രദ്ധേയമായിരിക്കുന്നത് 3 കാരണങ്ങൾ കൊണ്ടാണ് ശ്രദ്ധേയമായിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് 3 കാരണങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് ഇറ്റ് ബ്രോട്ട് മഹാത്മാ ഗാന്ധി ടു വേൾഡ് അറ്റൻഷൻ. ദ മാർച്ച് വാസ് വൈഡ്ലി കവേർഡ് ബൈ ദി യൂറോപ്യൻ ആൻഡ് അമേരിക്കൻ പ്രസ്. രണ്ടാമതായിട്ട് ഇറ്റ് വാസ് ദി ഫസ്റ്റ് നാഷണലിസ്റ്റ് ആക്ടിവിറ്റി in which women participated in large numbers. The socialist activists Kamala Devi Chattopadhyay had pursued Gandhi not to restrict the protest to men alone. She herself courted arrest by breaking salt and liquor laws. ഇതിനടുത്ത മൂന്നാമത്തെ മറ്റൊരു കാരണമാണ് ഇറ്റ് മേഡ് ദ ബ്രിട്ടീഷ് റിയലൈസ് ദാറ്റ് their rule was not to last forever and they would have to share some power with the Indians. To discuss the same, the British tried to hold a round table conference in London. അപ്പോൾ ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് പ്രധാനമായിട്ടും സാൾട്ട് സത്യാഗ്രഹം പ്രസിദ്ധമായിരിക്കുന്നത്. അതേപോലെ തന്നെ സാൾട്ട് സത്യാഗ്രഹത്തിലൂടെ ലണ്ടനിൽ വെച്ചുകൊണ്ട് ഒരു വട്ടമേശ സമ്മേളനം വിളിക്കുകയും ചെയ്തു. ഇനി അടുത്തായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത് മറ്റൊരു ഫോക്കസ് ഏരിയ ആണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. 1942 ബാക്ക്ഗ്രൗണ്ട് ആണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് കാര്യങ്ങൾക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935 promised some form of representative government. Elections to the provincial legislature in 1937, Congress party held a majority in the legislature. It won the election in 8 out of 11 provinces. World War II broke out in 1939. Indian leaders agreed to support the British as long as they promised to grant Indian independence after the war. The offer was refused. Congress ministries resigned in October 1939. A series of individual satyagrahs were organized through 1914-41 to pressurize the British to promise the freedom once the war ended. Muslim League passed a resolution in March 1914 demanding and planning to create a separate nation for Muslims. To try to reach to a compromise with Gandhi and the Congress, the Cripps mission failed as no agreement to grant independence to India could be made. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അവിടെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇംഗ്ലണ്ടിലെ പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിൽ അദ്ദേഹത്തിന് പ്രതിനിധീകരിക്കുന്ന സ്റ്റഫോർഡ് ക്രിപ്സിനെ ഇന്ത്യയിലേക്ക് ആക്കുകയും അതേപോലെ തന്നെ ക്രിപ്സിന്റെ നയങ്ങളെ കാര്യങ്ങളെ ദൗത്യങ്ങളെ കാര്യങ്ങൾ ഒക്കെ പരാജയപ്പെടുകയുമാണ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ആണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആ ഒരു പ്രസ്ഥാനത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. അവിടെ പോയിന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നാമതായിട്ട് ആഫ്റ്റർ ദ ഫെയിലിയർ ഓഫ് ദ ക്രിപ്സ് മിഷൻ, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് വാസ് ലോഞ്ച്ഡ് in August 1942 by Mahatma Gandhi. It was the third major movement against the British rule. Gandhiji and other important leaders were arrested and jailed. The movement went into hands of younger leaders. They organized strikes and acts of sabotage all over the country. Particularly active in the underground resistance were socialist members of the Congress such as Jayaprakash Narayan. Independent government were proclaimed in several districts such as Andhra in the west and Midnapur in the east. India was generally a mass movement, bringing into its army hundreds of thousands of ordinary Indians, especially energized the youth who left their colleges to go to jail. In 1943, some of the younger leaders in India, Sandra district of Maharashtra, set up a parallel government. The Sarkar with volunteer corps, Sabadal and village units to fund dals. അതേപോലെ തന്നെ they run people courts and organized constructive work. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ ഞാനൊന്ന് ജസ്റ്റ് വായിച്ചു പോകുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ വല്ല ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ്സ് ആയിട്ട് അറിയിച്ചാൽ മതിയാകുന്നതാണ്. അതിന്റെ റീപ്ലൈ കാര്യങ്ങൾ ഒക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. കൂടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ മറന്നു പോകരുത്. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ ഓൾ.